ഡോക്ടർ സുജിത് വിജയൻപിള്ള. സർ, നമ്മൾ ക്യാമ്പസുകളിൽ സ്ഥലം കണ്ടെത്തുക എന്നുള്ള ആശയമാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, വടക്കേ ഇന്ത്യയിലൊക്കെ ടാറ്റ അടക്കമുള്ള സ്ഥാപനങ്ങൾ, ആനന്ദിലൊക്കെ അവർ അവരുടെ വ്യവസായശാലകളിൽ ക്യാമ്പസിന് വേണ്ടിയിട്ട് സ്ഥലം മാറ്റിവെക്കുന്നുണ്ട്. അവിടെ നല്ല രീതിയിൽ അവരുടെ ഇൻഡസ്ട്രിയൽ ടൈം കഴിയുമ്പോൾ ഓൺലൈനായി തന്നെ ക്ലാസ്സുകൾ നടത്തുന്നു, ലൈവായിട്ട് തന്നെ ക്ലാസ് നടക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് നമ്മുടെ വ്യവസായശാലകളിൽ ക്യാമ്പസിന് വേണ്ടിയിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വ്യവസായശാലകൾ മുൻകൈ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള നടപടികൾ മുന്നോട്ട് പോകും. KMML അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ആവശ്യം പോലെ സ്ഥലം കിടപ്പുണ്ട്. അത് വിനിയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. സാർ, നേരത്തെ പറഞ്ഞ ഈ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനും ഹയർ എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് തമ്മിലുള്ള ഒരു ലിങ്ക്, ഇൻഡസ്ട്രിയൽ പാർക്കും തമ്മിൽ ലിങ്ക് ശക്തിപ്പെടുത്താൻ ആവശ്യമായ പലതരത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ നമ്മുടെ IBM പോലുള്ള സ്ഥാപനങ്ങൾ വന്നപ്പോഴും മറ്റു പല സ്ഥാപനങ്ങൾ വന്നപ്പോൾ ഒരു ആവശ്യം വന്നത് പെർമനൻ്റായിട്ട് 6 മാസത്തെയോ 1 വർഷത്തെയോ പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്ക് കൊടുക്കണം. അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അതിന് തീരുമാനമെടുത്തു. എല്ലാ സർവകലാശാല, കുസാറ്റ്, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ഇവരെല്ലാം തന്നെ 1 വർഷത്തെ ഫുൾ ടൈം പേ ചെയ്യുന്ന ഇൻറ്റേൺഷിപ്പ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അവിടെ ജോലി ചെയ്യാം, ഒരു വരുമാനം കിട്ടും, ഒപ്പം തന്നെ ഓൺലൈനായിട്ട് അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും കഴിയും. ഇത് ഒരു ഭാഗമാണ്. 2, ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന രൂപത്തിലുള്ള സൊല്യൂഷനുകൾ, ആ സൊല്യൂഷനുകൾ നൽകാനായിട്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് കഴിയണം. അതിനാവശ്യമായിട്ടുള്ള പ്രൊജക്റ്റുകൾ വ്യവസായശാലകൾ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് നൽകണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുവഴി ഒരു പ്രാപ്തമാക്കാൻ കഴിയും. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ ഓരോ സ്ഥാപനങ്ങളും ഇപ്പോൾ KMML ആ മേഖലയ്ക്കകത്തുള്ള പ്രത്യേകമായിട്ടുള്ള നൈപുണി അത് വിദ്യാഭ്യാസത്തിന് കുറെ കൂടി മെച്ചപ്പെടുന്ന രൂപത്തിൽ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്ന കാര്യം ഇനിയും നമുക്ക് പരിശോധിക്കാവുന്നതാണ്.